ദൈവം ശൂന്യംകാരത്തിക്ക് ചോദിക്കാതെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ ഗിഫ്റ്റ് എലീഷ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശൂന്യംകാരത്തിയുടെ ഭവനത്തിൻ്റെ അരികിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഭവനത്തിൽ കയറി പ്രാർത്ഥിച്ചു. അവന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ, റൂമുകൾ ഒരുക്കി കൊടുത്തു. ആ പ്രാർത്ഥിച്ച ശേഷം മടങ്ങിപ്പോയപ്പോൾ അവനൊരു വാഗ്ദത്തം പറഞ്ഞു. ദൈവം അവനോട് സംസാരിച്ചൊരു വാഗ്ദത്തം പറഞ്ഞു, നിനക്ക് അടുത്ത വർഷക്കാലം ഒരു മകനെ ഞാൻ ഇതുവഴി പോകുമ്പം കാണാനിടയാകും. ദൈവം കൊടുത്തു. അത് കൊടുത്ത ശേഷം അങ്ങനെ സംഭവിച്ച ശേഷം കുറേ നാൾ സ്നേഹിച്ച് വളർത്തിയ ആ മകൻ, അരുമയോടെ വളർത്തി, കിട്ടിയ ആ മകനെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, എത്ര സന്തോഷത്തോടെ ഇരുന്ന ആ മകനെ ഒരു നാളിൽ ദൈവം അവളുടെ മടിയിൽ തന്നെ ഇരുന്ന് മരിക്കുവാനിടയായി. ആ മരിച്ചപ്പോൾ അവൾ എന്തായിരിക്കും? അവൾ ഒന്നീ ഡിപ്രഷനായിരിക്കും, നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ അവൾ നിലവിളിച്ച് കാണും, അല്ലെങ്കിൽ അവളുടെ ജീവിതം മുഴുവൻ അതിലേക്ക് ബലിയർപ്പിച്ച് കാണും, അല്ലേ? അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവൾ സന്തോഷത്തോടെ ആ ദുഃഖം മറച്ചു വെച്ചിട്ട് ബാല്യക്കാരൻ്റെ കൂടെ അവൾ കഴുതയുടെ മുകളിൽ കയറി സ്പീഡിന് എങ്ങും നിർത്താതെ ആ പ്രാർത്ഥനാ മലയിലേക്ക്, ഗേഗസിയും എലീശ പ്രവാചകനും ഇരിക്കുന്ന കർമ്മേൽ മലയിലേക്ക് ഓടി. ആ ഓട്ടത്തിൽ അവിടെ ചെന്ന് അവനെ, എന്നാണ് നിന്നാണ്, അവനെയും കൊണ്ട് ദൈവത്താണ് നിന്നെയും കൊണ്ടേ ഞാൻ പോവുകയുള്ളൂ. ഞാൻ ചോദിച്ചോ? ഒരു കുഞ്ഞിനെ ചോദിച്ചോ? ഇല്ലല്ലോ. ചോദിക്കാത്ത കൊടുത്ത ഗിഫ്റ്റാണ്. ഞാൻ ആവശ്യപ്പെട്ടോ? പക്ഷേ അതിനെ മടക്കി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഉടനെ ആ എലീശ പ്രവാചകൻ വീണ്ടും അവളുടെ ഭവനത്തിൽ വന്ന് അതിനെ റൂമിൽ കൊണ്ടുപോയി അവന് ശ്വാസം ദൈവം കൊടുത്തു. അവൻ അതിന് വേണ്ടിയിട്ട് മുട്ടുമടക്കി ഇത് പ്രാർത്ഥിച്ച്, അപ്പോൾ ദൈവം അതിന് ജീവൻ കൊടുത്തു, അവന് മടക്കി കൊടുത്തു. 100 ഇരട്ടി പ്രതിഫലമായി അവളുടെ കയ്യിൽ കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വലിയൊരു മിറാക്കിൾ, അതായത് എൻ്റെ ജീവിതത്തിൽ നടന്ന് 7 വർഷം കിട്ടാതെ കിടന്ന സമ്പത്ത് ഒരു മനുഷ്യൻ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇനി തരത്തില്ല, പ്രതീക്ഷയില്ല, അറ്റുപോയി. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചില്ല, അതെനിക്ക് കിട്ടുവാനിടയായി ഈ ഉള്ള ദിവസങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ഭവനമില്ലാതിരുന്ന് ഞാൻ വലുതായിട്ടൊന്നും ചോദിച്ചില്ല, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കിട്ടി. അത് കഴിഞ്ഞ് മോൾക്കൊരു ജോലി. ഞാൻ പ്രതീക്ഷിച്ചതേയില്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ പോകുന്ന ആ സ്ഥലവും അവൾ കരഞ്ഞ് നിലവിളിച്ചിരുന്നപ്പോഴും ഒരു വഴിയുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം അവളെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചില്ല. ഇത് എൻ്റെ ജീവിതത്തിലും നടന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ നടക്കും. ഇങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരുന്നത്, അത് ചിലപ്പോൾ ദൈവം എടുത്തു കളയും. അത് മടക്കി തരുവാൻ, ജീവിപ്പിച്ചു തരുവാൻ നമ്മുടെ ജീവനുള്ള ദൈവത്തിന് കഴിയും. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവനിൽ വിശ്വസിച്ചാൽ അവൻ അസാധ്യമായതൊന്നുമില്ല. ദൈവം സകലത്തിലും സാധ്യം. യോബിനോട് പറഞ്ഞതുപോലെ യോബിന് നഷ്ടപ്പെട്ടത് മടക്കി തിരികെ കൊടുത്തു, യോസഫിന് നഷ്ടപ്പെട്ടത് മടക്കി തിരികെ കൊടുത്തു. ഈ ദൈവമാണ് ഞാൻ സേവിക്കുന്ന എൻ്റെ ജീവനുള്ള യേശു. ഇത് നിങ്ങൾക്കും നല്ലൊരു ഈ ദൈവത്തെ സ്നേഹിച്ചാൽ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, നിങ്ങളുടെ ഈ ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കും. നമുക്ക് ശൂന്യംകാരത്തിയെ പോലെയാകാം, ആയിത്തീരാം. ആമേൻ. ഇത് നിങ്ങൾക്ക്